ഇന്ന് 5 മണിക്ക് കേട്ടോ സ്റ്റാർട്ട് ചെയ്തേ. 5 മണിയാകുമ്പോൾ അമ്മ എന്നെ വിളിച്ചെണീപ്പിച്ചു. വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. എണീറ്റു, ഒന്ന് ഫ്രഷായി നേരെ ഒന്ന് മെഷീനിലേക്ക് ഇരുന്നു. ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, അമ്മയും അനിയത്തിയും ഒക്കെ എണീച്ചിട്ടുണ്ട്. കാരണം ഇന്ന് അമ്മ പോണ ദിവസമാണ്. അമ്മ ജോലിക്ക് പോവാണ് ഏതാണ്ട് ഒരു 1-1.5-2 മാസത്തിന് ശേഷം. ഉണ്ടെല്ലാം തോന്നുന്നു, അതിൽ കൂടുതലായി തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ പോയിട്ട് കട്ടൻ ചായ ഇട്ടിട്ട് വന്നു. അപ്പം ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് കട്ടൻ ചായ കുടിക്കുകയാണ്. അമ്മ ഒന്ന് പോവും, അതാണ് ഒരു സങ്കടം. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ബ്രൈഡിൻ്റെ 2 ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനുണ്ടായി. പിന്നെ അവരുടെ തന്നെ ഒരു ഷോളിൻ്റെ വർക്കും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ തുടങ്ങിയത് അതിലാണ്. ഇത് ക്യാൻ ലേസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ഈ ഷോളിന്, ഈ ഫ്രോക്കിൻ്റെയൊക്കെ അടിയിൽ വയ്ക്കില്ലേ, ആ സാധനം. അത് നമുക്ക് ഈ ഷോളിൽ കൊടുത്തിട്ട് ഈ ഷോളൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വളച്ച് കൊണ്ടുവരണം. അവർ തന്ന റെഫറൻസ് ആട്ടോ ഞാൻ കാണിച്ചേ. അങ്ങനെ കിട്ടണം. പക്ഷേ ഞാനും അങ്ങനെ കിട്ടുന്ന പ്രതീക്ഷിച്ചേ. പക്ഷേ എന്താ പറയുക, 8ൻ്റെ പണി കിട്ടി. അപ്പോഴത്തേക്കും അമ്മ പോവാനായിട്ടോ. അമ്മ പോവാൻ വേണ്ടി ഇറങ്ങി. അമ്മ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ്. അപ്പോഴത്തേക്കും ജിഷാൻ്റെ വന്നു. അമ്മ പോവല്ലേ, അപ്പോൾ രാവിലെ പോകുമ്പോൾ അമ്മേനെ കണ്ടിട്ട് ഇതാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മേനെ അവൾ കൊണ്ടുവിടാൻ വേണ്ടി പോയി. ജിഷാൻ്റെ വീട്ടിലേക്കും പോയി. ഞാൻ നേരെ അടുക്കള ചെന്നു. ഇന്ന് അവന് വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ ദിവസമാണ്, ഫസ്റ്റ് ദിവസമാണ്. അപ്പം പിന്നെ എന്താ പറയുക, അവന് ഇനി മുതൽ എന്നും ചോറും കറിയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ ഇനി അമ്മയില്ലാത്തതുകൊണ്ട് അതൊരു പണിയായി. അപ്പം ഞാൻ അരിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നേരെ മെഷീനിലേക്ക് ഇരുന്നു. അപ്പോഴത്തേക്കും അവൾ വന്നോളുമല്ലോ, അവൾ വന്ന് ബാക്കി ചെയ്തോളും. ഞാൻ രാവിലെ തൊട്ടിരിക്കണതാണ് ഈ ഒരു ചുരിദാറിൻ്റെ മുകളിൽ. എനിക്കാണെങ്കിൽ ഇത് എത്രയാക്കി ഇടാൻ നെക്കിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിലേക്ക് കിട്ടണേ ഇല്ല. അഴിച്ചടിച്ച് എനിക്ക് ആകെ ഭ്രാന്തായി. പിന്നെ ഞാൻ അതിൻ്റെ തയ്ച്ചെടുത്ത് നെക്കിൻ്റെ ഇറക്കം കുറച്ചും കൂടി ഒന്ന് കുറച്ചു ഫ്രണ്ടിൽ നിന്ന്. എന്നിട്ട് പിന്നെ ചെയ്തപ്പോൾ റെഡിയായി കിട്ടി കേട്ടോ. കഴുത്ത് റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം പണി കഴിഞ്ഞു. ടോപ്പ് ഞാൻ ഫുൾ അടിച്ച് തീർത്തു രാവിലെ തന്നെ. അപ്പോഴത്തേക്കും അവനെ ക്ലാസ്സിന് കൊണ്ടുവിടാനായിരുന്നു. അപ്പം പിന്നെ ഞാനാണ് പോയത്, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഞാൻ പോയി വേഗം തന്നെ തിരിച്ചു വന്നു. പിന്നെ കുറച്ച് ഓൾട്രേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഈ ടോപ്പും അതിൻ്റെ കൂട്ടത്തിലൊരു നൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ആ ഓൾട്രേഷൻ ചെയ്തതും രണ്ട് പാക്കിലാക്കി വെച്ചു. അത് രണ്ടും നമുക്ക് അവർക്ക് കൊണ്ടു കൊടുക്കണം. ഇവിടെ അടുത്ത് തന്നെയുള്ളവരാണ്, അപ്പോൾ നമുക്ക് അവിടേക്ക് എത്തിച്ചു കൊടുക്കണമായിരുന്നു. ഇതൊക്കെ ആയത്തേക്ക് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കിയൊക്കെ അയൺ ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത്, എന്താ പറയുക, എനിക്ക് നൈറ്റിയുടെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, നെക്കിൻ്റെതിലും ബാക്കിയുള്ള കാര്യത്തിലുമൊക്കെ. പക്ഷെ എന്നാലും ഞാനത് ചെയ്തു കൊടുത്തു. പക്ഷേ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കസ്റ്റമറുടെ ഇത് വന്നപ്പം അവർ പറഞ്ഞു നൈറ്റ് ശരിയായില്ല, നൈറ്റ് കൊളായി, ചുരിദാർ ഓക്കെ ആയി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു വിഷമമായി. ഇത് പിന്നെ അവളാട്ടോ കൊണ്ട് കൊടുത്തത്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അത് രണ്ടും കൊണ്ട് കൊടുക്കാൻ വേണ്ടി അവൾ പോയി. സത്യത്തിൽ ഈ ചുരിദാർ എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എന്തോ 2 വട്ടം കസ്റ്റമർക്ക് ചെറിയ കംപ്ലൈൻറ്റൊക്കെ വന്നു. ഫസ്റ്റ് ടൈം ഒരു കുഴപ്പമില്ലാണ്ട് ചെയ്ത വർക്കായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് ചെയ്യുന്ന ചുരിദാറുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകൾ വരികയും അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ആകെ ആളുടെ എടുക്കുമ്പോൾ സമയത്ത് ഒരു ടെൻഷനാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, കസ്റ്റമർ ഒരു രക്ഷയില്ലാത്ത കസ്റ്റമറാണ്. കാരണം നമുക്ക് മിസ്സിങ് വന്നാലും ഒരു ചീത്ത പോലും പറയാതെ മോളെ അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഭയങ്കര മനസ്സിലാക്കി തന്നിട്ട് അടുത്ത വട്ടം ചെയ്യുമ്പോൾ ശരിയാക്കും എന്നൊക്കെ പറയും. എനിക്ക് വേണ്ട കസ്റ്റമർ ഇഷ്ടമാണ്. പക്ഷേ വർക്ക് എടുക്കുമ്പോൾ എനിക്ക് കൈവറക്കും ഇപ്പോൾ. അപ്പം ഞാൻ ബില്ലൊക്കെ എഴുതി അതിൽ വെച്ചു. ഒരാൾക്ക് മാത്രമേ ബില്ല് വെച്ചാൽ മതിയായിരുന്നു. മറ്റേത് നമുക്ക് ഓൾറെഡി അവർ പൈസ തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ അവർ കുറച്ച് വർക്ക് കൊണ്ടുവന്ന കൂട്ടത്തിലുണ്ടായിരുന്നതായിരുന്നു അത്. പിന്നെ ഞാൻ പോയി ഇത്തിരി ചോറുണ്ടു. അത് വീടെടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. രാവിലത്തത് ഉച്ചക്കത്തും കൂടെ ഒരുമിച്ചാണ് കഴിച്ചത്. ഇത് ഇനി ഉച്ച കഴിഞ്ഞ് കൊടുക്കാനുള്ളതാണ്. 2 പട്ടുപാവാടയാണ്. അതും അതിന് കൂട്ടത്തിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ടോപ്പും കഴിയണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറേ ഫ്രോക്കുകൾ ചെയ്തതിൻ്റെ ബാലൻസ് വന്ന പീസായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ ബ്രൈഡിൻ്റെ വർക്കിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ഇതാണ് പെൻഡിങ് വന്നത്. ഇത് ആളുടെ സിസ്റ്ററിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിയാത്തത് കൊണ്ട് ഇത് നമ്മുടെ കയ്യിൽ പെട്ടു. ഇനിയിപ്പോൾ ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അത് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് എൻ്റെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടി അവൾ പോയിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ആ ടോപ്പ് ഒരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടോപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊരു 3 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത്.
അതിവിടെ ദേവിയുടെ അമ്പലത്തിൽ പ്രതിഷ്ഠ ദിനമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി പോരായിട്ട് കാര്യമായിട്ട് ആഘോഷമൊക്കെ ഉണ്ട്. നമുക്ക് പോകാൻ നേരമില്ല. അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളാരും വീട്ടിൽ നിന്ന് ആരും പോയില്ല. ഞാനും പോയില്ല. എനിക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. പിന്നെ അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോകാനൊരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകണില്ല എന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഞാനതൊക്കെ ഫുൾ അയൺ ചെയ്തു. ഞാൻ എല്ലാ കസ്റ്റമർക്കും ഒരുവിധം എല്ലാവർക്കും അയൺ ചെയ്ത് തന്നെ കേട്ടോ കൊടുക്കുക. കാരണം നമ്മൾ തയ്ക്കുന്ന സമയത്ത് ചുക്കിച്ചുളഞ്ഞ് ആകതായിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അതൊക്കെ അയൺ ചെയ്ത് കിടക്കുമ്പോൾ അവർ ഇടുമ്പോഴും ഒരു ഭംഗിയല്ലേ. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റിയാൽ ഇവരുടെ നിന്നൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലേസിൻ്റെ പണി കിട്ടിയത് കൊണ്ട് വേറൊരു റെഫറൻസ് എടുത്തു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അതാണ് ഇപ്പം വീണ്ടും ചെയ്യാൻ പോണത്. പക്ഷേ ആ റെഫറൻസും ഇതിലേക്ക് അത്ര അങ്ങോട്ട് സക്സസ് ആയില്ല. അതിൽ കാണുന്ന ഒരു ലുക്ക് ഇതിൽ വന്നില്ല. അപ്പോഴത്തേക്കൊരു 3, 3:30, 4 മണിയൊക്കെ കഴിഞ്ഞു. മോനെ ക്ലാസ്സിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു. അപ്പോൾ എനിക്ക് അടുത്ത ചായ കിട്ടി. പിന്നെ ഞാനത് ഒരു വിധത്തിൽ ഫ്രിൽസൊക്കെ ഇട്ട് അത് സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ അവർക്ക് വീഡിയോ അയച്ചു കൊടുത്തു. ഇത് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അത് അവർക്ക് അയച്ചു കൊടുത്തു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഓക്കെയാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞു. ബ്രൈഡിൻ്റെ ഇത് മാത്രമായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നതിൽ ബാലൻസ് ഉണ്ടായിരുന്നത്. അതവർ ലാസ്റ്റാണ് കൊണ്ട് തന്നത്. പക്ഷേ അന്നേരം നമുക്ക് ഫിനിഷ് ചെയ്യാനും പറ്റിയില്ല, ലേസ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് വേണം അടുത്ത പണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വയ്ക്കണം. പറ്റിയ ഇന്ന് കൊണ്ട് കൊടുക്കണം. ഇന്ന് കൊണ്ട് കൊടുക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ അവരെ ഫോൺ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നാളത്തേന് കിട്ടിയാലും മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പതിയെ അതങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം ഇന്ന് രണ്ട് മറ്റേ നമ്മുടെ പട്ടുപാവാട വർക്ക് ഫിനിഷ് ആയിട്ടില്ല ഇതുവരെ. അതാ കുട്ടികൾ വൈകുന്നേരം വരും, അപ്പോഴേക്ക് കൊടുക്കണം. അപ്പം ഞാനിത് നാളെ പോവാം എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണിയിടാൻ പോയ നേരത്തിന് അടുക്കളയിൽ 2 അപ്പം ഉണ്ടായിരുന്നു, പോയി എടുത്ത് കഴിച്ചു. രാവിലത്തേതാണ് രാവിലെ കഴിക്കേണ്ടത്. ഉച്ച നേരമായി ഭക്ഷണം കഴിക്കും. അപ്പം ഞാൻ വേഗം പോയി ചോറെടുത്ത് കൊണ്ടാ ചെയ്തത്. അപ്പോൾ അത് ബാലൻസ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും റൂമിലെ അംഗം ഈശ്വര, ഞാൻ വിചാരിച്ചു 8ൻ്റെ പണി കിട്ടിയെന്ന്. ഒരാൾ ചെടി നനച്ചതാണ്. ജനൽ വഴി വെള്ളം പൊക്കി ഒഴിച്ചപ്പം കംപ്ലീറ്റ് റൂമിനകത്തേക്ക്, മിഷനിലും അവിടെ ഉണ്ടായിരുന്ന തുണിയിലും ഇരിക്കണ ചെയറേൽ വരെ വെള്ളം. അയ്യോ, പാവം ഒരു സഹായം ചെയ്തതാണ്. അമ്മമ്മ ഇല്ലാത്തത് കൊണ്ട് പകരം കുട്ടി ആ പണി ഏറ്റെടുത്ത് ചെയ്തതാ. അമ്മയ്ക്കും തിരക്കാണല്ലോ. അപ്പം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് നനയ്ക്കലൊക്കെ അവൻ തന്നെ ചെയ്യാറുണ്ട്. അമ്മ പിന്നെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല. എന്നാലും അവൻ എൻ്റെ അടുത്ത് ഹോസ് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ പോയി നനച്ചതാണ്. പക്ഷേ അത് പണി കിട്ടി. കുറേ ചെടി ഉണ്ടായിരുന്നു കേട്ടോ, ഒക്കെ പോയി. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നോക്കാനൊന്നും നേരമില്ലാത്തത് കൊണ്ടും അതിങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ടും കംപ്ലീറ്റ് ചെടിയൊക്കെ പോയി. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് നിൽക്കണ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഒന്നും നന്നാവണില്ല. നല്ല മഴക്കാറുണ്ട്, പക്ഷെ ചേട്ടൻ ഭയങ്കര തന്നെയാണ് നനയ്ക്കുന്നത്. ഇവിടെ റോഡും സ്റ്റെപ്പും വെള്ളം വെറുതെ കളയലടത്തോ. അതൊക്കെ കഴിഞ്ഞ് ഞാനിത് റൂമിലേക്ക് വന്നു. ഇനി ആ പട്ടുപാവാടയുടെ ബ്ലൗസുകളുണ്ട്, അതുകൂടെ തീർക്കണം. പാവാട 2 ഫിനിഷ് ചെയ്ത് വെച്ചു. ഇനി ആ ബ്ലൗസിൻ്റെ പണി പ്രിൻസസ് കട്ടാണ്, ഫുൾ സ്ലീവ് വരുന്ന ക്രോപ്പ് ടോപ്പാട്ടോ. അപ്പോൾ അതിൻ്റെ പണികളിൽ അതിന് സമയം ഭയങ്കര കുറവാണ്. എൻ്റെ വിചാരം അവരൊരു 7 മണി 8 മണിക്കൊക്കെ വരുന്നതായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അവരതിന് മുന്നേ വന്നു. പിന്നെ ഞാൻ അവരെന്ത് ചെയ്തു, അത് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞിട്ടില്ല, ഒരെണ്ണം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഒരെണ്ണം കൂടി കഴിയാനുണ്ട്. പിന്നെ അത് വേഗം തല്ലിപ്പൊടിഞ്ഞ് തീർത്തു. 2 ബ്ലൗസിൻ്റെ ഒരെണ്ണം അയൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ വർക്ക് നമുക്ക് അയൺ ചെയ്യാൻ പറ്റണതല്ല. അത് അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ ഉരുക്കി പിടിച്ച പോലെയാവും. അപ്പോൾ ഇത് അയൺ ചെയ്യാൻ പറ്റണതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വേഗം അയൺ ചെയ്തു. എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി 10:15 10:30 ആയിട്ടുണ്ട്. അവരോട് ഞാനൊരു 10:30 കഴിയുമ്പോൾ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാവാട ഒന്നും കൂടി ഒന്ന് അയൺ ചെയ്ത് ഒതുക്കി. അവൾക്ക് പൊങ്ങി നിൽക്കണ്ട, ഒതുങ്ങി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് അയൺ ചെയ്തു. സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഞാൻ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കുറേ രാവിലെ അതൊരു ഉച്ച നേരത്തെ ചെയ്തിട്ടതല്ലേ.
അപ്പോൾ ഞാൻ ഒന്നും കൂടിയൊക്കെ കൊണ്ടുപോകുന്നതിന് മുന്നൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കി. നല്ല രസമുണ്ടല്ലോ, എനിക്ക് രണ്ടും ഇഷ്ടമായി. നല്ല 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 ഭംഗിയുണ്ട് രണ്ടും കാണാൻ. രണ്ട് കളർ, രണ്ട് ടൈപ്പാട്ടോ. സാധാരണ അവരെപ്പോഴും ഒരേപോലത്തെ എടുക്കുക. ഈ പ്രാവശ്യം അവരൊരു വെറൈറ്റി പിടിച്ചിട്ട് രണ്ടാക്കി എടുത്തു. കാരണം അവർക്ക് 2 പേർക്കും സെയിം മെഷർമെൻറ്റാണ്. അപ്പോൾ ഒരെണ്ണം എടുത്താൽ 2 പേർക്കും ഇടാം. അപ്പോൾ 2 മോഡലാകുമ്പം മാറി മാറി ഇടാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ 2 ടൈപ്പായി പ്രാവശ്യം എടുത്തത്. നമ്മുടെ റെഗുലർ കസ്റ്റമറാട്ടോ 2 പേരും. അതിൻ്റെ അണിങ്ങ കഴിഞ്ഞു. ബില്ല് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് ബില്ല് എഴുതിയത് കാണിക്കാമെന്ന് വിചാരിച്ചു. ബില്ല് എഴുതലൊക്കെ കഴിഞ്ഞു. അതിന് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇതാട്ടോ രണ്ടാമത്തെ ബ്ലൗസ്. ഇതിൻ്റെ ആ ഒരു ഗോൾഡൻ സാധനം അയൺ ചെയ്യാൻ പറ്റില്ല അല്ല, പിന്നെ അത്രയും ഹീറ്റ് കുറച്ചിട്ട് ചെയ്യണം. അത് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ വല്ലാണ്ട് ചുളുങ്ങിയിട്ടില്ല. അപ്പോൾ ഒക്കെ അതേ പാക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് അവളുടെ വിളി വന്നിരുന്നു. അപ്പോൾ എനിക്കും ടെൻഷനായോ, നേരം പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ജിഷാൻറ്റിനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ജിഷാൻറ്റി വന്നപ്പോഴത്തേക്കും 10:45 ആയി. ജിഷാൻറ്റിയും ഞാനും മേമയും താത്തും ഒക്കെ കൂടിയിട്ട് രാത്രിയിലൊരു നടക്കലാവുമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പം ഞങ്ങളത് കൊടുക്കാൻ വേണ്ടി പോകുന്ന പോക്കാണിത്. അങ്ങനെ അത് കൊടുത്തു കേട്ടോ, വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. കൊടുക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല, അതൊന്നും ശരിയല്ലല്ലോ. പിന്നെ രാത്രിയല്ലേ, അപ്പോൾ പിന്നെ ഞാനത് എടുക്കാൻ പോയില്ല. ആ സമയത്ത് അവിടെ ആണെങ്കിൽ ഇങ്ങനെ തപ്പി പിടിച്ച് കയറി പോകണമായിരുന്നു. ഫുള്ള് ചെളിയായിട്ട് വഴി ആകെ മോശമായിരുന്നു. അപ്പോൾ അത് വേഗം കൊടുത്തിട്ട് വരുന്നതേ ആലോചിച്ചുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടും പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പതിയെ അടിപ്പാടി വീട്ടിലെത്തട്ടെ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഇപ്പം സമയം ഏതാണ്ട് ഒരു 11:30 ആ നേരം ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ലാലാപ്പാടി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീടെത്തി. നേരെ ഞാൻ ചെന്ന് ചോറിനാൻ വേണ്ടിയിട്ടാണ്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അപ്പം ഞാൻ എത്തി ചോറിനട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.